ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനേ തറാപ്പി കഴിഞ്ഞ് വന്നതിന് വിശേഷമാണ് കേട്ടോ. മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. മീൻ മേടിച്ച് താഹിറ വന്നിട്ടില്ല, അപ്പൂസിന് പനിയാണ്. അപ്പോൾ അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീൻ എടുക്കാൻ വേണ്ടി ഞാൻ ഓടിപ്പോയി കേട്ടോ. മൊത്തത്തിൽ നാശമായി കിടക്കും. ഇനിയിപ്പോൾ മക്കളെ വിട്ട് കഴിഞ്ഞാൽ പോയതല്ലേ, ഇനിയിപ്പോൾ വൃത്തിയാക്കണം. മൊത്തം ഇനി വൃത്തിയാക്കി എടുക്കണം. ഇനിയാണ് കേട്ടോ എനിക്ക് പണി കിടക്കുന്നത്. ഇനിയാണ് മൊത്തത്തിൽ ഇതായി കിടക്കുവാണ്. ഇപ്പോൾ കുറച്ച് ഉപ്പുമാവ് കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു താറാനോട് മീൻ മേടിച്ചു. നാദൂട്ടിക്ക് മീൻ കൊടുത്തിട്ട് ഒരുപാടായിട്ടോ. അപ്പോൾ മീൻ മേടിച്ചു വയ്ക്കാൻ പറഞ്ഞു. മീൻകാരനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീൻ മേടിച്ചു. നമ്മുടെ മീൻ എന്താണെന്ന് കാണാം. മീൻ കുടഞ്ഞിരുന്ന വീഡിയോ ഒക്കെ എടുത്ത് കുറേ നേരം സംസാരിച്ചു. പിന്നെയാണ് എനിക്ക് ആ വലിയ അബദ്ധം മനസ്സിലായത്, ഞാൻ വീഡിയോ എടുത്തിട്ടില്ലെന്ന്. ഇതൊരു സൈസ് മീനാട്ടോ. ഓല എന്ന് പറഞ്ഞു. ഓലയും നമ്മുടെ ചാളയും. മീൻ മേടിച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് പാത്രമൊക്കെ കഴുകാൻ കിടക്കുവാ കേട്ടോ. ഒരുപാട് പാത്രമൊക്കെ എനിക്കിനി കഴുകാൻ കിടക്കുവാണ്. പണിയുണ്ട്. മീൻ വെള്ളത്തിൽ ഇട്ടിട്ട് അതോട്ട് ഇച്ചിരി പാല് കൊടുക്കണം. പാല് കൊടുത്തിട്ട് ഓരോരോ പണിയായിട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ തറാപ്പി കഴിഞ്ഞിട്ടുള്ള വിശേഷമാണ് കേട്ടോ. തറാപ്പി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു നെട്ടോട്ടം തന്നെയാണ്. അതൊന്ന് കാണിച്ചു തരാവേ. ഡ്രസ്സൊക്കെ മാറിയേ പെട്ടെന്ന് മീൻ വെട്ടി വെച്ചു കേട്ടോ. അതുകൊണ്ട് എവിടെ കിടന്ന് ചുമ്മാ കിടന്ന് കരയാണ്. 2 കപ്പ ഉണ്ടായിരുന്നു. എന്നാൽ ആ മക്കൾസ് വരുമ്പോഴത്തേക്കും ഇച്ചിരി കപ്പയും കൂടി വേവിച്ച് ആ മീനും കൂടി കറി വയ്ക്കുവാണെങ്കിൽ അവർക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ. ഭയങ്കര വിശപ്പായിട്ടായിരിക്കും രണ്ടുപേരും വരുന്നത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആ കപ്പയും തൊലി പിടിച്ചു. നമ്മുടെ മീനും വെട്ടി ഫ്രിഡ്ജിലേക്ക് വെച്ചു. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വീഡിയോ എടുക്കാൻ പറ്റിയ അവസ്ഥയിലല്ലായിരുന്നു കേട്ടോ. ഭയങ്കര വിശപ്പാണേ. ഒന്നും കഴിക്കാതെ പോയിട്ട് ഞാൻ വിചാരിച്ചു കട്ടൻ ചായ എടുക്കാമെന്ന് വിചാരിച്ചു. കട്ടൻ ചായ എടുക്കുവാണ്. അതും ഇവിടെ കിടന്ന് എന്ന് പറഞ്ഞ് വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവനെ എടുക്കണം. തെറാപ്പി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ആകെപ്പാട് പ്രശ്നമാണ് കേട്ടോ. കട്ടൻ ചായ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ചായ എടുക്കാമെന്ന് വിചാരിച്ചു. ചായ കുടിച്ചിട്ടേ 12:30 എങ്ങാണ്ട് ആയിട്ടാ. എന്നാലും ഇച്ചിരി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇച്ചിരി മധുരം വേണം കേട്ടോ. ഇച്ചിരി നന്നായിട്ട് മധുരം വേണം. അപ്പം ചായ കുടിക്കട്ടെ. ഇനി ആദുട്ടിക്ക് പാലും കൊടുക്കട്ടെ. അതിൻ്റെ ഇടയ്ക്കേ ഞങ്ങൾ ഇച്ചിരി പാല് കുടിക്കാം. ആദുട്ടിക്ക് പാല് കൊടുക്കാൻ പോയി. ഞാൻ ഇച്ചിരി ചായ കുടിച്ചു. പിന്നെ അങ്ങനെ കുറച്ച് പണിയായിപ്പോയി. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. പിള്ളേർ വരുന്നതിന് മുമ്പേ ആദുട്ടി കിടക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ആക്കി വെച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ മക്കൾ വന്നു കഴിയുമ്പോൾ പിന്നെ ആദൂട്ടി കിടന്ന് ഭയങ്കര ഒച്ചപ്പാടായിരിക്കും. മക്കൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാലും എന്നത്തേക്കും മീൻകറി ഇച്ചിരി വെച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കപ്പ, നമുക്ക് കപ്പ ഇച്ചിരി മതി കേട്ടോ. കപ്പ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി മതി. കാരണം അവർക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ഇച്ചിരി കപ്പയും മീൻകറിയോ ചൂടോടുകൂടി എന്തെങ്കിലുമൊക്കെ കൊടുക്കുവാണെങ്കിൽ മക്കൾക്ക് വയറ് നിറച്ച് കഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. ബേക്കറിയൊക്കെ അങ്ങനെ ബേക്കറി വാങ്ങാറില്ല. ഞാൻ എന്തായാലും വീട്ടിലുണ്ടാക്കി കൊടുക്കുവാണ് കേട്ടോ. ബേക്കറി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒത്തിരി ഒന്നും വാങ്ങാറില്ല കേട്ടോ. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേണം മീൻകറി ഇച്ചിരി ആക്കിയിട്ട് വേണം ആദൂട്ടിക്ക് ചോറ് കൊടുക്കാം. മോരുകറി ഇരിപ്പുണ്ട് കേട്ടോ. രാവിലത്തെ മോരുകറി വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ഇരിപ്പുണ്ട്. ഇനി ഞാൻ വിചാരിച്ച് നാളത്തെ വീഡിയോ ആദൂട്ടിക്ക് ഫുഡ് റൊട്ടീൻ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ പറ്റിയില്ല. ഫുഡ് റൊട്ടീൻ ആക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. എൻ്റെ ഈ ഓട്ടം എന്നാ നിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. മടുത്ത് പോകും കേട്ടോ ഈ പോക്കും വരും എല്ലാം കൂടി ആവാം. അങ്ങനെ അതെ മീൻകറി അടുപ്പത്ത് വെച്ചു കേട്ടോ. അതെ ചട്ടിയിലാട്ടോ വെച്ചത്. ചട്ടി ഉണ്ട്. പിന്നെ ഇതാട്ടോ മീന് ഓലാന്നെങ്ങാണ്ടാണ് പറഞ്ഞത്. എനിക്കറിയില്ല. അപ്പം ഞാൻ ചോദിച്ചേ എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഓലമീനാന്ന് പറഞ്ഞു. അങ്ങനെ മീൻകറി അടുപ്പ് വെച്ചു. ഇനിയിപ്പോൾ നമ്മുടെ കുഞ്ഞുമീനാണ്. കുഞ്ഞുമീനാണ്. ഓലാന്ന് പറഞ്ഞാൽ കുഞ്ഞു മീനാണ്. അപ്പോൾ ഇത് കയ്യറിയിട്ടില്ലെങ്കിൽ കൈ മുറിയും. കൈ മുറിഞ്ഞാൽ പിന്നെ ആദൂട്ടിയുടെ കാര്യം കഷ്ടത്തിലാണ്. പകുതി ആക്കിയിട്ട് കറിയിലിടാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ മീൻകറിയൊക്കെ ആയിട്ട് കാണാവേ. നമ്മുടെ മീൻകറിയാണ് കേട്ടോ. മീൻകറി ആയിട്ടുണ്ട്. കപ്പയുണ്ടല്ലോ. അതെ മീൻ കറി വെച്ചു. ഇനി നമ്മുടെ കപ്പ വേവിച്ചു. ഇനിയിപ്പോൾ നമ്മുടെ ആദൂട്ടിക്ക് ചോറ് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിക്കൂട്ടനും മാളൂക്കൊച്ചൊക്കെ വരുമ്പോഴത്തേക്ക് തേങ്ങ അരച്ചാട്ടോ വെച്ചത്. മാളൂസൊക്കെ വരുമ്പോഴത്തേക്കും കറിയുമായി കേട്ടോ. നമ്മുടെ ആദൂട്ടിക്ക് ചോറെടുത്തു കേട്ടോ. ചോറെടുത്തിട്ട്
കള്ളക്കുട്ടന് കൊടുക്കാൻ പോവുകയാണേ. നമ്മുടെ കുഞ്ഞാവ ഇവിടെ കിടപ്പുണ്ട്. കുഞ്ഞാവ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുവാവയാണോ അമ്മയുടെ? കുട്ടിക്ക് കഴിക്കാനേ കപ്പയുണ്ട്, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്, മീൻകറിയുണ്ട്, മോരുകറിയുണ്ട്. മോരുകറിയും ഇതുമാണ് ഇന്നത്തെ കറി കേട്ടോ. അല്ല, മോരുകറി ഇന്നത്തെ കറി. വെണ്ടയ്ക്ക രാവിലെ മക്കൾക്ക് കൊടുത്തു വിടാനും പിന്നെ ഇത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തേക്ക് അവർക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം ആദുട്ടിക്ക് കൊടുക്കട്ടെ. ആദുട്ടിനെ എടുത്തിട്ട് വേണം. കളച്ചെടുക്കിനെടുത്ത് തോറ് കൊടുക്കാൻ പോവാണ്. ഇച്ചിരി പഴക്കൊക്കെ ഉണ്ട്. നല്ല കുഞ്ഞു തോട് കൊടുക്കാൻ പോവാണ് കേട്ടോ. തോട് മാമ തിന്നണ്ടേ? മീൻകറിയൊക്കെ ഉണ്ട്. തിന്നണ്ടേ ഉള്ളേ? അതുകൊണ്ട് ചോറ് കൊടുക്കട്ടെ കേട്ടോ. ഞങ്ങൾ രണ്ടും കൂടി കൂടിയ പിന്നെ ഭയങ്കര കൊഞ്ചിട്ടാണ്. പിന്നെ ഈ ചെറുക്കൻ മാത്രമല്ലേ ഉള്ളൂ. ചെറുക്കനെ കൊഞ്ചിച്ചമ്മ മനസ്സിലാക്കും. മനസ്സിലാക്കും. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്തോരം കടു വെച്ച് കൊടുക്കാൻ ചില സമയം എനിക്ക് കടി. അങ്ങനെ തെറാപ്പി കഴിഞ്ഞ് വന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അതുകൂടി ചോറ് കഴിക്കുന്നോടം വരെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണം. പിന്നെ കറണ്ടും ഇല്ലായിരുന്നു. അപ്പോൾ ആദൂട്ടി അമ്മയൊന്ന് കയറി കിടന്നങ്ങ് സുഖമായിട്ട് ഉറങ്ങി. മൂന്ന് ഉറപ്പിച്ചിരിക്കുന്നത് ചുമ്മാതെ വെച്ചോണ്ടിരിക്കും. ഞങ്ങൾ രണ്ടും തന്നെയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. തെറാപ്പി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു അംഗം തന്നെയാണ് വീട്ടിൽ. പിന്നെ ചേട്ടൻ വന്നു, ചേച്ചി വന്നിട്ടില്ല. ചേട്ടൻ വന്ന് ഡ്രസ്സ് മാറുന്നുണ്ട്. അപ്പം ഉണ്ണീനോട് ഞാൻ സ്കൂളിലെ കുറച്ച് വിശേഷം ചോദിച്ചു. ഉണ്ണിക്കൊന്നും വിശേഷമൊന്നും ഇല്ലെന്ന് പറഞ്ഞത് സ്കൂളിൽ. ഇന്ന് ആദൂട്ടി അമ്മയും തന്നെയുള്ള വീഡിയോ ആണ് കേട്ടോ. ചേട്ടനും ചേച്ചി ആരുമില്ല, ഞാൻ എൻ്റെ മോനും തന്നെയുള്ളൂ. അപ്പം ഞങ്ങൾ ഉറങ്ങി എണീറ്റു കേട്ടോ. ബാക്കി കാണാം.